വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 8:1 മുതൽ 3 വരെ. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അവസാനിക്കുന്നത് ഒരു പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഒരു പരീശൻ്റെ വീട്ടിൽ പന്തിക്കിരുന്ന യേശുവിൻ്റെ കാൽക്കൽ വന്ന് അവളുടെ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽ കഴുകി മുടി കൊണ്ട് തുടച്ചു തൈലം പൂശി. ഇത് കണ്ട് നീരസപ്പെട്ട പരീശനോട് യേശു പറഞ്ഞു, അധികം ക്ഷമിച്ചു കിട്ടിയവർ അധികം സ്നേഹിക്കും. അതേ തുടർന്ന് യേശു പ്രസംഗിക്കുവാൻ വേണ്ടി വിവിധ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ തന്നെ ശുശ്രൂഷിച്ച ചില സ്ത്രീകളെക്കുറിച്ച് ലൂക്കോസ് പറയുന്നു. ലൂക്കോസ് സ്ത്രീകളെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ തൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തികളിലും ചെയ്തിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല, കാരണം യഹൂദന്മാർക്ക് വേണ്ടിയാണ് അത് എഴുതിയത്. എന്നാൽ ഗ്രീക്കുകാരനായിരിക്കാം ഇത് ആദ്യം വായിച്ച തിയോഫിലോസ്. അതുകൊണ്ട് യഹൂദന്മാർ വലിയ വില കൊടുക്കാത്ത ആളുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സുവിശേഷമാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. പുറജാതികൾ, ശമര്യക്കാർ, സ്ത്രീകൾ, ഇവർക്കൊക്കെ ലൂക്കോസ് പ്രാധാന്യം നൽകുന്നു. 8-ാം അധ്യായത്തിൽ ഈ 3 വാക്യങ്ങളിൽ ചില സ്ത്രീകളെ ലൂക്കോസ് പരിചയപ്പെടുത്തുകയാണ്. ലൂക്കോസിൻ്റെ ഒരു ശൈലി തൻ്റെ എഴുത്തിൽ പിന്നീട് പ്രാധാന്യം നേടുന്ന ചില വ്യക്തികളെ താൻ നേരത്തെ പരിചയപ്പെടുത്തും, 1-2 വാക്യങ്ങളിൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അവിടെ 1-2 വാക്യങ്ങളിൽ ശൗൽ എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു. 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം സ്തേഫാനോസിനെ കൊല ചെയ്ത് ശൗലിന് സമ്മതമായിരുന്നു. അവിടെ കൊണ്ടത് തീരുന്നു. പിന്നീട് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നാം വായിക്കുന്നു. പിന്നെയും അല്പസമയം കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനും പൗലൂസിൻ്റെ ചരിത്രമായി മാറുകയാണ്. അങ്ങനെയാണ് ലൂക്കോസ് പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെ തൻ്റെ എഴുത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ചില സ്ത്രീകളെ താൻ പരിചയപ്പെടുത്തുന്നു. മഗ്ദലക്കാരത്തി മറിയ, ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന, ശൂശന്ന, ഇവരെ. അതിൻ്റെ ഒരു കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് തന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ എല്ലാവരും ഓടിപ്പോയി. യോഹന്നാൻ മാത്രം ആണ് ക്രൂശീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സ്ത്രീകൾ അവസാനം വരെ യേശുവിൻ്റെ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം അന്ന് രാവിലെ കല്ലറയ്ക്കൽ ശിഷ്യന്മാരാരും പോയില്ല, സ്ത്രീകളാണ് പോയത്. ആ സ്ത്രീകളെയാണ് ലൂക്കോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി അവരിൽ ചിലരുടെ മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളൂ. ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ് 3-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ നാം വായിക്കുന്നത്. ചില ആളുകളുടെ പേര് പ്രത്യേകം ലൂക്കോസ് പറയുന്നു. ഉദാഹരണത്തിന് മഗ്ദലക്കാരത്തി മറിയ, 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ, അവളുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നാം 7-ാം അധ്യായം അവസാനം കണ്ടല്ലോ, കർത്താവ് പറഞ്ഞു, അധികം ക്ഷമിച്ച് കിട്ടിയവർ അധികം സ്നേഹിക്കും. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് വളരെ വലിയ ഒരു അനുഗ്രഹമാണ് യേശുവിൽ നിന്ന് ലഭിച്ചത്. മാനുഷികമായ നിലയിൽ ഒരു കാരണവശാലും അവൾക്ക് ഈ ഭൂതബാധയിൽ നിന്നും വിടുതൽ ലഭിക്കുമായിരുന്നില്ല. യേശു തൻ്റെ അത്ഭുത ശക്തി ഉപയോഗിച്ച് അവൾക്ക് സൗഖ്യം കൊടുത്തു. അതിൻ്റെ നന്ദിയായി തുടർന്നുള്ള അവളുടെ ജീവിതം മുഴുവൻ യേശുവിനോടുകൂടെ, യേശു യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവൾ കൂടെ ഉണ്ടായിരുന്നു.
മറ്റൊരവസരത്തിൽ യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഭൂതമുണ്ടായിരുന്നു. ആ ഭൂതത്തെ പുറത്താക്കി അവൻ വീട് വെടിപ്പാക്കിയിട്ടു. പക്ഷേ ഭൂതമിറങ്ങിപ്പോയ വീട്ടിൽ അവൻ യേശുവിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ചില ദിവസങ്ങൾക്ക് ശേഷം ഭൂതം മടങ്ങി വന്നപ്പോൾ താൻ നേരത്തെ ഇറങ്ങിപ്പോയ ആ വീട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അവൻ പോയി തന്നിലും വലിയ മറ്റ് 7 ഭൂതങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവൻ്റെ വീട്ടിൽ കയറി താമസിക്കുമെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സ്ഥിതി മുമ്പിലത്തേതിലും വഷളായി എന്നാണ് യേശു പറഞ്ഞത്. അത് 8 ഭൂതങ്ങളുള്ള ഒരാളുടെ കാര്യം. മഗ്ദലക്കാരത്തി മറിയയുടെ ഉള്ളിൽ 7 ഭൂതങ്ങളുണ്ടായിരുന്നു. 7 ഭൂതങ്ങളെയും കർത്താവ് പുറത്താക്കി അവൾക്ക് സൗഖ്യം കൊടുത്തു. അതിൻ്റെ നന്ദിയും സ്നേഹവും അവൾ പ്രകടിപ്പിക്കുന്നു. അതവൾ ചെയ്യുന്നത് എങ്ങനെയാണ്? കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന എന്ന് വായിക്കുന്നു. അതായത് ഹെരോദ രാജാവിൻ്റെ ഒരു ജോലിക്കാരനായിരുന്നിരിക്കാം, അയാളുടെ ഭാര്യയായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും ഹെരോദാവിന് യേശുവിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചത്. യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണെന്നും മറ്റും ഹെരോദാവിന് സംശയം തോന്നത്തക്ക വിധത്തിലുള്ള അറിവ് ലഭിച്ചത് ഇങ്ങനെയായിരുന്നിരിക്കാം. അതുപോലെ തന്നെ ശൂസന്ന എന്ന പേരും നാം അവിടെ വായിക്കുന്നു. ഇവർ ചെയ്ത കാര്യവും അവിടെ വായിക്കുന്നു. വസ്തുവകകൾ കൊണ്ട് അവർ ശുശ്രൂഷ ചെയ്തു. യേശു താൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുകയായിരുന്നു. യേശു മാത്രമായിരുന്നില്ല, തൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതുമാത്രമല്ല, താൻ അയച്ച 70 പേർ ഒരുപക്ഷെ അവരിൽ പലരും തന്നോട് കൂടെ ഉണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ അർത്ഥം യേശു സഞ്ചരിച്ചപ്പോൾ തൻ്റെ കൂടെ ഒരു വലിയ പുരുഷാരം, ഒരു 10, 40, 50 ആളുകൾ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ആളുകൾക്ക് വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഭക്ഷണം, താമസം, വസ്ത്രം, ഇങ്ങനെ പല ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ ഈ സ്ത്രീകൾ തയ്യാറായി. അവരെക്കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്തു. അവർക്കുണ്ടായിരുന്ന വസ്തുവകകൾ കൊണ്ട് യേശുവിനെ ശുശ്രൂഷിച്ചു. ക്രിസ്തീയ ശുശ്രൂഷയിൽ വസ്തുവകകൾ, ഭൗതികമായ വസ്തുക്കൾ ആവശ്യമാണ്. ചില ആളുകൾ പറയും, ക്രിസ്തീയ ശുശ്രൂഷയിൽ വസ്തുക്കൾ ആവശ്യമില്ല, ഭൗതികമായ സഹായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ദൈവം നോക്കിക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ഭൗതികമായ സഹായത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കാരണം തനിക്ക് അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നയാളാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആൾക്ക് 40-50 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ തൻ്റെ അനുദിന ശുശ്രൂഷയിൽ അതല്ല സംഭവിച്ചത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ അമാനുഷികമായ ശക്തി കൊണ്ടല്ല യേശു നിറവേറ്റിയത്. മറിച്ച് തന്നെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഭൗതിക നന്മകൾ സ്വീകരിച്ചുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷ ചെയ്തത്. യേശു അങ്ങനെയാണ് ചെയ്തതെങ്കിൽ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? അതുകൊണ്ട് ശുശ്രൂഷകൾക്ക് പണം ആവശ്യമാണ്, അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കൊടുക്കുന്നത് തെറ്റല്ല, അത് വചനാടിസ്ഥാനം തന്നെയാണ്. പല ആളുകളും ക്രിസ്തീയ ശുശ്രൂഷകൾക്ക് പണം കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം, നമ്മൾ കൊടുക്കുന്ന പണം അവർ ദുരുപയോഗം ചെയ്യുന്നു. അവർ ഈ പണം കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ ഞാൻ പണം കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ വാശി പിടിക്കുന്ന ആളുകളുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. നാം യാതൊരു വീണ്ടു വിചാരവുമില്ലാതെ എല്ലാവർക്കും പണം കൊടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഞാൻ കൊടുക്കുന്ന പണത്തിൻ്റെ മുഴുവൻ കണക്കും അതെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് കൃത്യം എനിക്കറിയാമെങ്കിൽ മാത്രമേ ഞാനൊരു ശുശ്രൂഷയെ പണം കൊടുത്ത് സഹായിക്കൂ എന്ന് ആരും ചിന്തിക്കരുത്. അതൊന്നും സാധിച്ചു എന്ന് വരികയില്ല. മാത്രമല്ല, ഈ സ്ത്രീകൾ ഭൗതികമായി സഹായിച്ച യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും നോക്കിയാൽ അവിടെ പണം കൈകാര്യം ചെയ്തിരുന്നയാൾ അവിശ്വസ്തനായ ഒരു കള്ളനായിരുന്നു. യൂദ ഇസ്കരിയോത്താവാണ് പണം കൈകാര്യം ചെയ്തിരുന്നത്. ആ പണസഞ്ചിയിൽ നിന്ന് അവൻ പണം എടുക്കുകയും ചെയ്യുമായിരുന്നു.
യേശുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ കൂടെ നടന്ന യൂദയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നാം കൊടുക്കുന്ന പണം മുഴുവൻ 100% നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കൂ എന്ന് നാം വാശി പിടിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഒരു ശുശ്രൂഷകൾക്കും ഒന്നും കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരികയില്ല. കാരണം ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് മനുഷ്യരാണ്. അവരിൽ പണം ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ കണ്ടേക്കാം. എന്നാൽ പണം ദുരുപയോഗം ചെയ്യുന്നവർ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ശിക്ഷാവിധി അവരുടെ മേൽ വരും. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഭൗതിക നന്മകൾ ശുശ്രൂഷകൾക്കായി കൊടുക്കുന്നവർക്ക് തീർച്ചയായും ദൈവം പ്രതിഫലം കൊടുക്കും. അതിൽ സംശയമില്ല. ഈ ശുശ്രൂഷകൾക്ക് ഭൗതികമായ നന്മകൾ കൊണ്ട് സഹായിച്ച ആളുകൾ, അവർ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാണ്. അവരെക്കുറിച്ച് നാം വായിക്കുന്നത്, വസ്തുവ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. കർത്താവിന് കുറച്ച് പണം കൊടുത്തു, ഒരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്തു, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വസ്തുവകകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്തു എന്നാണ്. എന്ന് വെച്ചാൽ അതൊരു മിനിസ്ട്രി ആയിരുന്നു. ദൈവത്തെ സേവിക്കുകയായിരുന്നു അവർ. നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പ്രവാചകനെന്ന് കരുതി പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. ഒരു സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ആ സുവിശേഷ വേല ചെയ്യുന്നയാളുടെ പ്രതിഫലമാണ് അയാളെ സാമ്പത്തികമായി സഹായിക്കുന്ന ആൾക്ക്. ആ സുവിശേഷകൻ എങ്ങനെയുള്ളവനാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രതിഫലം, മറിച്ച് നിങ്ങൾ എന്ത് മനോഭാവത്തോടു കൂടിയാണ് കൊടുക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം കൊടുക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നത്. പണം സ്വീകരിക്കുന്നതും തെറ്റല്ല. ചില ആളുകൾ അവർ വലിയ അഭിമാനികളാണ്. ഞാനതിനെ അഹങ്കാരമെന്നാണ് പറയുന്നത്. ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് ആരെങ്കിലും സാമ്പത്തികമായ ഒരു സഹായം ചെയ്താൽ, ഞാൻ ആരുടെയും പണമൊന്നും വാങ്ങുകയില്ല, ഞാനെല്ലാം എൻ്റെ സ്വന്തം പണം കൊണ്ട് ചെയ്യൂ എന്ന് വാശി പിടിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. കാരണം എനിക്കാരുടെയും സഹായം വേണ്ട, ഞാൻ സ്വയം പര്യാപ്തനാണ് എന്ന ഒരു മനോഭാവം, അത് ക്രിസ്തീയ ശുശ്രൂഷയിൽ ശരിയല്ല, അത് വിനയമല്ല. നമ്മുടെ കർത്താവ് തനിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവമാണ്. ഭക്ഷണത്തിന് ഒരു പഞ്ഞവുമില്ല. കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞു. പണം ഒരു വിഷയമല്ല. ഈ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും അധികാരിയായ നമ്മുടെ കർത്താവ് ചില സാധാരണ സ്ത്രീകളുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങി. അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചു. അവർ ഭൗതിക നന്മകൾ തനിക്ക് കൊടുത്തപ്പോൾ താനത് സ്വീകരിച്ചു. അല്ലാതെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എന്നെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഭൗതിക നന്മകൾ മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് തരുമ്പോൾ, നിങ്ങളെ ഒരു ദൈവ ശുശ്രൂഷക്കാരനായി കണ്ട് നന്മകൾ തരുമ്പോൾ അത് നിരസിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവ് അത് സ്വീകരിച്ചു. ആ കർത്താവിനേക്കാൾ വലിയ ആളുകളല്ലല്ലോ നമ്മൾ. ദൈവിക ശുശ്രൂഷയിൽ സഹായിക്കേണ്ടത് ശുശ്രൂഷയിൽ നിന്നും അനുഗ്രഹം ലഭിച്ചവരാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നാം വായിക്കുന്നത് മഗ്ദലനക്കാരത്തി മറിയ, അവൾക്ക് നമ്മുടെ കർത്താവ് വലിയൊരു സഹായമാണ് ചെയ്തത്. അവൾ അനുഗ്രഹം അനുഭവിച്ചു. അതുകൊണ്ട് അതിൻ്റെ നന്ദിയായി അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചു. നാം ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ ആളുകളെ നാം ശുശ്രൂഷിക്കണം. അവർക്ക് നമ്മുടെ ഭൗതിക നന്മകൾ കൊണ്ട് അവരെ സഹായിക്കണം. വചനം പഠിപ്പിക്കുന്നവനെ വചനം പഠിക്കുന്നവർ സഹായിക്കണം എന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആത്മീക നന്മകൾ അനുഭവിച്ച ആളുകൾ, അതിന് കാരണമായ ആളുകളെ, ശുശ്രൂഷകന്മാരെ തീർച്ചയായും അവരുടെ ഭൗതിക നന്മകൾ കൊണ്ട് സഹായിക്കണം. ഫിലിപ്പ് ലേഖനം അതാണ്. ഫിലിപ്പിയിൽ സുവിശേഷം അറിയിച്ച പൗലോസ് ഒരു ബുദ്ധിമുട്ടിലായി എന്നറിഞ്ഞപ്പോൾ ഫിലിപ്പിയർ തനിക്ക് പണം അയച്ചു കൊടുക്കുകയാണ്. മക്കദോന്യ സഭക്കാർ അവരും അതിനൊരു നല്ല മാതൃകയാണ്. അതുപോലെ തന്നെ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അവരും ശുശ്രൂഷകന്മാരെ സഹായിക്കണം. നിങ്ങളുടെ സഭയിലൊരു ശുശ്രൂഷകനുണ്ടെങ്കിൽ ആ ശുശ്രൂഷകനെ
ഭൗതികമായി സഹായിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തൻ്റെ ആത്മീയ ശുശ്രൂഷകൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ഭൗതികമായി സഹായിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പിന്നെ പുതിയ നിയമത്തിൽ നാം കാണുന്ന മറ്റൊരു മാതൃക, പൗലോസ് അപ്പോസ്തലൻ ഉദാഹരണത്തിന് താൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ സ്വന്തം കൈകൊണ്ട് വേല ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രഗത്ഭനായൊരു സുവിശേഷകൻ, മിഷണറി, അനേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തയാൾ താൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നു. ഇന്ന് ഏതെങ്കിലും ഒരു സുവിശേഷകനോ ഒരു ദൈവവേലക്കാരനോ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ വാളെടുക്കുന്നവരുണ്ട്. അതൊരു വലിയ തെറ്റായിട്ട് ദൈവവചനം പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ കൂടാരപ്പണി ചെയ്തുകൊണ്ട് ജീവിച്ചു. താൻ എന്തിനു വേണ്ടിയാണ് കൂടാരപ്പണി ചെയ്തത് എന്നതാണ് പ്രധാനം. ഒരു പ്രത്യേക സ്ഥലത്ത് സുവിശേഷം അറിയിക്കുവാൻ താൻ അവിടെ ജോലി ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് താൻ ജോലി ചെയ്തു. അല്ലാതെ തനിക്ക് വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ, ഒരു വലിയ ബംഗ്ലാവ് പണിയാൻ, ഒരു നല്ല വാഹനം വാങ്ങാൻ, അതിനൊന്നുമല്ല പൗലോസ് ജോലി ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം ആണ് പ്രധാനം. അവർ സുവിശേഷ ഘോഷണത്തിന് എന്താണ് അനുയോജ്യമായത് ആ നിലയിൽ പെരുമാറുക. അങ്ങനെ ഒരു ടെൻറ്റ് മേക്കറായി കൂടാരപ്പണി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പുതിയ നിയമത്തിൽ അതേക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അധ്യാപക ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഒരു കട നടത്തിക്കൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഇവരെയൊന്നും ദൈവ ശുശ്രൂഷക്കാരല്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാകില്ല. കാരണം അവർ അധ്യാപകനായിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുവാനാണ്. ഒരു കട നടത്തുന്നത് സുവിശേഷം പ്രസംഗിക്കുവാനാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നത് അതിൽ കയറുന്ന ആളുകളോട് സുവിശേഷം പറയാനാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതൊരു നല്ല മാതൃക തന്നെയാണ്. കർത്താവിനെ ശുശ്രൂഷിച്ച ഈ സ്ത്രീകൾ കർത്താവിന് മാത്രമല്ല ഭക്ഷണം കൊടുത്തത്. ചില ആളുകൾ പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാർക്ക്, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവർക്ക്, വലിയ പേരുള്ളവർക്ക് അവരെ സഹായിക്കും. മറ്റുള്ളവരെ അവർക്ക് പൈസയൊന്നും കൊടുക്കില്ല, അവർക്ക് യാതൊരു സഹായവും ചെയ്യില്ല. അത് ശരിയല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക എന്ന ഒരു കാര്യം പ്രതിഫലമുള്ളതാണ് എന്ന് എബ്രായ ലേഖനം 6 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എല്ലാ വിശുദ്ധന്മാരെയും നാം ശുശ്രൂഷിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അപ്പോൾ നാം ശുശ്രൂഷിക്കുന്നത് പേരുള്ള പ്രധാനപ്പെട്ട ആളുകളെ മാത്രമല്ല, ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ നാം തയ്യാറാകണം. കർത്താവിൻ്റെ ശുശ്രൂഷയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്നതുണ്ട്, ഭൗതിക നന്മകൾ കൊടുക്കുന്നുണ്ട് മാത്രമല്ല, ചില സാധാരണ ജോലികൾ ചെയ്യുന്നതും കർത്താവിൻ്റെ ശുശ്രൂഷയെ ആദരിക്കുകയാണ്. ഉദാഹരണത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ഒരു സുവിശേഷ യോഗം നടക്കുന്നു. അവിടെ പല ആളുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. ആ ആളുകൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നത് ഒരു ശുശ്രൂഷയാണ്. കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ്. അവർ കഴിച്ച പാത്രം കഴുകുന്നത് ശുശ്രൂഷയാണ്. അവർക്ക് വേണ്ടി മേശ ഒരുക്കുന്നത് ശുശ്രൂഷയാണ്. അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ശുശ്രൂഷയാണ്. ഏത് സാധാരണ ജോലിയും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതാണ് ഈ സ്ത്രീകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനെല്ലാം പുറമേ കർത്താവ് തന്നെ സഹായിക്കുവാനായി, തന്നോട് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് വന്ന സ്ത്രീകളെ വളരെയധികം ബഹുമാനിച്ചു. അക്കാലത്ത് യഹൂദന്മാർ സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് കരുതിയത്. എന്നാൽ സ്ത്രീകൾക്ക് താൻ വളരെ മാന്യമായ ഒരു സ്ഥാനം കൊടുത്തു. സ്ത്രീകളുടെ ശുശ്രൂഷയെ താൻ ആദരിച്ചു, അത് റെക്കഗ്നൈസ് ചെയ്തു. അവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു എന്നൊരു സ്ത്രീയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീകളുടെ ശുശ്രൂഷയെയും താൻ മാനിച്ചു. എന്നാൽ അതിൻ്റെ അർത്ഥം കർത്താവ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശുശ്രൂഷകൾ തമ്മിൽ കൂട്ടിക്കുഴച്ചു എന്നർത്ഥമില്ല. കർത്താവ്
കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ 6 സ്ത്രീകളെയും 6 പുരുഷന്മാരെയും അല്ല തിരഞ്ഞെടുത്തത്, 12 പുരുഷന്മാരെയാണ് തിരഞ്ഞെടുത്തത്. 70 പേരെ അയച്ചപ്പോൾ 35 സ്ത്രീകളും 35 പുരുഷന്മാരുമല്ല, 70 പുരുഷന്മാരെയാണ് അയച്ചത്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാത്രമാണ് കർത്താവ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശുശ്രൂഷകളെ കണ്ടത്. അവരുടെ 2 പേരുടെയും ശുശ്രൂഷകൾ വ്യത്യസ്തങ്ങളാണ്. എന്നാൽ ഒരു ശുശ്രൂഷ മറ്റേതിനേക്കാൾ മികച്ചതൊന്നുമല്ല. അപ്പോസ്തലന്മാരാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ലോകത്തോട് പ്രസംഗിച്ചത്. പക്ഷേ അപ്പോസ്തലന്മാരോട് ആ കാര്യം പറഞ്ഞത് സ്ത്രീകളാണ്. ഇതിലേതാണ് പ്രധാനപ്പെട്ടത്? രണ്ടും പ്രധാനപ്പെട്ടതാണ്. സ്ത്രീകൾ ചെയ്യേണ്ട ശുശ്രൂഷയുണ്ട്, പുരുഷന്മാർ ചെയ്യേണ്ട ശുശ്രൂഷയുണ്ട്. കർത്താവ് ഒരിക്കലും അതിനെ കൂട്ടിക്കുഴച്ചില്ല. പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പഠിപ്പിക്കുവാൻ, പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ല. പ്രസംഗിക്കുവാൻ, പുരുഷന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ, ആ നിലയിലുള്ള ശുശ്രൂഷകൾ ഒരു സ്ത്രീയെ കൊണ്ട് ചെയ്യിക്കുവാൻ കർത്താവും ശ്രമിച്ചില്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാത്രമേ താൻ ചെയ്തുള്ളൂ. അപ്പോൾ ചിലർ പറയും, ആ കാലത്ത് സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് ആളുകൾ കരുതുന്നത്, കർത്താവ് അവരെ ഉയർത്തി. അന്നത്തെ സംസ്കാരത്തിനെതിരായിട്ടാണ് കർത്താവ് അത് ചെയ്തത്. അതുകൊണ്ട് ഇന്നും നമ്മൾ സ്ത്രീകളെ ഉയർത്താൻ ശ്രമിക്കണം, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവർ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് എടുത്ത തീരുമാനങ്ങളൊന്നും അന്നത്തെ സംസ്കാരത്തിൻ്റെ നിർബന്ധം കൊണ്ടല്ല. അന്നത്തെ സംസ്കാരം അങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം എന്ന് കർത്താവ് തീരുമാനിച്ചില്ല. ദൈവവചനം എന്താണ് പറയുന്നത് അതാണ് താൻ ചെയ്തത്. അതുകൊണ്ട് ഇന്നും നമ്മുടെ സംസ്കാരം എന്തും പറയട്ടെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ആധാരം. നമ്മുടെ ലോകത്ത്, ഈ ലോകത്തിൻ്റെ നിയമപ്രകാരം സ്ത്രീകൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദൈവവചനം ദൈവസഭയിൽ സ്ത്രീകൾ എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ സംസ്കാരമല്ല തീരുമാനിക്കേണ്ടത്, മറിച്ച് ദൈവവചനമാണ് തീരുമാനിക്കേണ്ടത്. പ്രിയ സുഹൃത്തേ, സാധാരണക്കാരായ ചില സ്ത്രീകൾ, വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ചില സ്ത്രീകൾ, കർത്താവ് അവരെ സഹായിച്ചതുകൊണ്ട് അവർ തന്നെ അധികം സ്നേഹിച്ചു. വസ്തുവകകൾ കൊണ്ട് കർത്താവിനെ അവർ ശുശ്രൂഷിച്ചു. നമുക്കും അത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ദൈവം തന്നിട്ടുള്ള വസ്തുവകകൾ ദൈവനാമ മഹത്വത്തിനായി, ദൈവരാജ്യത്തിൻ്റെ പുരോഗതിക്കായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതൊരു ശുശ്രൂഷയായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. സ്ത്രീകൾക്ക് ഇന്നും വലിയ ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. അതൊരു പക്ഷേ പുരുഷന്മാരുടെ ശുശ്രൂഷയായിരിക്കില്ല. എന്നാൽ ദൈവം വിലവയ്ക്കുന്ന, വളരെയധികം വിലമതിക്കുന്ന ശുശ്രൂഷകളാണ് സ്ത്രീകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്.